നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാവുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു. 1 ശമൂവേൽ 16:11-12 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ശൗൽ രാജാവിന് പകരമായി ദാവീദ് എന്ന ഇടയബാലനെ ഇസ്രായേലിൻ്റെ രാജാവായി തിരഞ്ഞെടുക്കുന്നതാണ് ഇവിടുത്തെ പ്രതിപാദന വിഷയം. ഇശായിയുടെ ഭവനക്കാർ ഗണ്യമാക്കാതിരുന്ന ഇളയവനായ ദാവീദിനെ ദൈവം തനിക്ക് ബോധിച്ച പുരുഷനായിട്ട് കണ്ടു. ദൈവം നമ്മുടെ ഹൃദയാവസ്ഥ അറിയുന്നവനാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞവനെ ദൈവത്തിന് മറക്കുവാൻ കഴിയുമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 946 പ്രാവശ്യം ഹൃദയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഹൃദയത്തിന് മനസ്സെന്നും പരിഭാഷയുണ്ട്. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിയുവാനും ഞാൻ മനസ്സ് വെച്ചു. സഭാപ്രസംഗി 1:17. മനസ്സുകൊണ്ട് മനുഷ്യൻ അറിയുന്നു, ഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു. മനുഷ്യൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് ഹൃദയം. സകല പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതും ഹൃദയമാണ്. സദൃശവാക്യം 4:23 ജീവന്റെ ഉത്ഭവസ്ഥാനം ഹൃദയമെന്ന് കാണുന്നുണ്ട്. സ്വഭാവം, ആളത്വം, ഇച്ഛാശക്തി എന്നിവയുടെ ആശയങ്ങളെല്ലാം തന്നെ ഹൃദയം എന്ന പ്രയോഗത്തിൽ ഉൾക്കൊള്ളുന്നു. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ്റെ ഹൃദയമാണ്. സദൃശവാക്യം 16:23 ജ്ഞാനിയുടെ ഹൃദയം അവൻ്റെ വായെ പഠിപ്പിക്കുന്നു, അവൻ്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഹൃദയം മാംസ നിർമ്മിതമാണ്. കല്ലുപോലെ കഠിനമാകുന്ന ഹൃദയങ്ങളെ ദൈവവചനം രൂപാന്തരപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുകയും അരുളപ്പാടുകൾ കേൾക്കുകയും ചെയ്ത ഇസ്രായേൽ ജനം തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തിയതിനാൽ മരുഭൂമിയിൽ പട്ടുപോയി. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവവചനം അനുസരിക്കാം. അപ്പോൾ കഠിനഹൃദയം മാംസമായിട്ട് തീരും. ദൈവവചനം അനുസരിക്കുക എന്നതിനർത്ഥം യേശു കർത്താവിനായി ഹൃദയം സമർപ്പിക്കുക എന്നത്രേ. ഹൃദയം ഇച്ഛാശക്തിയുടെയും ബുദ്ധിയുടെയും വികാരത്തിൻ്റെയും ഇരിപ്പിടമാണ്. ശാഠ്യമുള്ള ഹൃദയത്തെ ആർദ്രതയുള്ളതാക്കണം. കയ്പുള്ള ഹൃദയം വെടിപ്പുള്ളതായി തീരണം. വഞ്ചനയുള്ള ഹൃദയം സത്യമുള്ളതാകണം. ദുഷ്ടത നിറഞ്ഞ ഹൃദയം നിർമ്മലമാകണം. വഞ്ചനയും ദുഷ്ടതയും കപടതയും നിറഞ്ഞ മലിന ഹൃദയത്തെ ദൈവത്തിനായി സമർപ്പിച്ചാൽ ദൈവം ഹൃദയത്തെ നിർമ്മലീകരിക്കും. തകർന്നും ഞുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കേണ്ടത് വിശുദ്ധിയിലായിരിക്കണം. ദൈവമക്കൾ താഴ്മ ധരിക്കുന്ന പക്ഷം ആരാധനാന്തരീക്ഷം പാടെ മാറ്റപ്പെടും. കയ്പായ വേരുകൾ പിഴുതെറിയപ്പെടും. ഈ ലോകയാത്രയിൽ ഹൃദയം മലിനപ്പെടാതെ ദൈവമായുള്ള കൂട്ടായ്മയിൽ എപ്പോഴും വസിക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. മനുഷ്യഹൃദയത്തെ നന്നായി അറിയുന്നവൻ അത്രേ ദൈവം. ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം നമ്മളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ദാവീദ് രാജാവ് പാടിയ സങ്കീർത്തനം നമുക്കും പാടാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. സങ്കീർത്തനം 51:10-11. ഈ പ്രാർത്ഥനാ ഗാനം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയർന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി ജീവിപ്പാൻ ദൈവത്തോട് അടുത്ത് വന്നാൽ ഇടയായിട്ട് തീരും. സമർപ്പണ ജീവിതം അതിനാവശ്യമാണ്. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.